ഇത് ആനക്കുട്ടൻ പോവാട്ടാ. ഉണ്ണിക്കുട്ടനാണ്, ഉണ്ണിക്കുട്ടൻ എന്നാട്ടാ അവൻ്റെ പേര്. ഇത് കണ്ട, ഇത് കണ്ടാൽ തന്നെ നമുക്ക് അതിലേക്ക് ഇടാൻ തോന്നും. എന്നിട്ടും ഇടാൻ തോന്നിയില്ലെങ്കിൽ പിന്നെ അവന് പിഴ, ചെറിയ പിഴയൊന്നും പോരാ. അതും കൂടി വേണേൽ നമുക്ക് നൈസായിട്ട് എടുക്കാം. അത് ഭയങ്കര സ്പീഡിലാണ്. ചേട്ടാ മീൻ വല്ലതും കിട്ടിയോ? അതെ, ഒരെണ്ണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ചേട്ടന് ഉച്ചയ്ക്ക് മുന്നേ ഒരെണ്ണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തേക്കുള്ളതായി. ഇനി അധികം നേരം ഇരിക്കണ്ട. പോലീസ് നമ്മളെ കണ്ടപ്പോൾ വണ്ടി നിർത്തി. എന്തിനാണോ? ഇവിടെ ഒരു കൃഷ്ണൻ്റെ ഒരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വരുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ഗ്രാമീണ കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ ഈ റോഡ് സൈഡിൽ ആനേനെ കണ്ടു. അപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഷൊർണൂരും ഒറ്റപ്പാലമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്ഥലങ്ങൾ വരുന്നത്. അപ്പോൾ ഒരുപാട് മലയാള സിനിമകളുടെ ലൊക്കേഷനുകളാണ് ഇവിടെയുള്ളത്. അത് ആനക്കുട്ടൻ പോവാട്ടാ. ഉണ്ണിക്കുട്ടനാണ്, ഉണ്ണിക്കുട്ടൻ എന്നാട്ടാ അവൻ്റെ പേര്. അപ്പോൾ ഇത് നമ്മൾ മനോഹരമായൊരു വഴി കണ്ടു കേട്ടോ. അപ്പോൾ ഇത് ഭാരതപ്പുഴയിലേക്കുള്ള വഴിയാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വഴിയിലൂടെ ഒന്ന് പോയി നോക്കാം. നല്ല മനോഹരമായൊരു വഴിയാണ്. കുറച്ച് നേരത്തെ നമ്മുടെ ഉണ്ണിക്കുട്ടനാനേനൊക്കെ കുളിപ്പിച്ച സ്ഥലം തൊട്ട് താഴെ ഞങ്ങൾ കണ്ടായിരുന്നു. പുഴയുടെ സൈഡിൽ കുളിപ്പിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുഴയൊക്കെ ഒന്ന് പോയി കണ്ട് അതിൻ്റെ ഒരു മനോഹര ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. അപ്പോൾ നമ്മളിത് ഭാരതപ്പുഴയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതപ്പുഴ, നീളാനദി എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്നൊരു പുഴയാണ് ഈ കാണുന്നത്. അപ്പം ഇവിടെ എന്തോ മണൽ വാരൽ എന്തൊക്കെയോ ആണെന്ന് തോന്നണം കേട്ടോ. മണൽ വാരുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. ഇത് വേനൽക്കാലം ആയതുകൊണ്ട് പുഴയിലധികം വെള്ളമൊന്നുമില്ല. എന്നാലും ഉണ്ട്, ഇല്ലയെന്നല്ല, ഉണ്ട്. എന്നാലും കുറവാണ് വെള്ളം. അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ വെള്ളം നിറഞ്ഞ് വരേണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ റോട്ടറി ക്ലബ്ബ് സ്പോൺസർ ചെയ്ത ചെറിയൊരു പാർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനാണേലും ഇപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യാനാണേലും എന്തിനാണേലും നമുക്കൊരു നേരം പോക്കിന്, വൈകിട്ട് ഒരു നേരം പോക്കിന് പറ്റിയ പാർക്കാണ്. അതൊരു വലിയൊരു പോസിറ്റീവാണ്. അത് ഈ പുഴയോട് ചേർന്ന് തന്നെ എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവാണ്. പിന്നെ ഇവിടെ ഒരു ശുചിത്വം, ഒരു കൂട്ടായ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു പൊതു ശ്മശാനമാണ്. അതും അവരൊരു നല്ല രീതിയിൽ അതിൻ്റെ പുറത്ത് എന്താ പറയുക, ചുറ്റുമതിലൊക്കെ നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ച് ഭയങ്കര ഇൻഫർമേഷനൊക്കെ കൊടുത്തിട്ടാട്ടോ അതിൻ്റെ പുറംഭാഗമൊക്കെ കാണാൻ. ഇവിടെ അതേപോലെ തന്നെ വലിയ വേസ്റ്റ് ബക്കറ്റൊക്കെ ഉണ്ട്. ഇപ്പം ഇവിടെ വന്ന് ഇപ്പോൾ ഈ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവരും ഈ നാട്ടുകാരും എന്താ പറയുക, വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ തന്നെ സൂക്ഷിക്കുക എന്നുള്ളൊരു മുൻകരുതലിന് വേണ്ടി തന്നെയാണ്. ആ വേസ്റ്റ് ബാസ്ക്കറ്റ് കണ്ടാൽ തന്നെ നമുക്ക് തോന്നും അവിടെ തന്നെ ഇടാൻ പാടുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ സൈഡിൽ നിങ്ങൾക്ക് ഒരെണ്ണം കാണാം. അതേപോലെ തന്നെ ബേക്കിൽ ഞങ്ങൾ ഒരു കുപ്പിയുടെ മാതൃകയിൽ ഒരെണ്ണം കണ്ടായിരുന്നു, വലിയൊരു വേസ്റ്റ് ബാസ്ക്കറ്റ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയരുത്, ലംഘിച്ചാൽ 500 രൂപയാണ് പിഴ. 500 അല്ലേ, അത് 5000 ആണോ? പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ ആ ചെറിയൊരു ഇത് കണ്ട, ഇത് കണ്ടാൽ തന്നെ നമുക്ക് അതിലേക്ക് ഇടാൻ തോന്നും. എന്നിട്ടും ഇടാൻ തോന്നിയില്ലെങ്കിൽ പിന്നെ അവന് പിഴ, ചെറിയ പിഴയൊന്നും പോരാ. ഇത്രയും വലിയൊരു വേസ്റ്റ് ബക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഈ കാണുന്നതാണ് ഭാരതപ്പുഴയുടെ ഒരു സൈഡ്. നമ്മളിത് അവിടെ നിന്നാണിത് ഇങ്ങോട്ടേക്ക് ഫ്രണ്ടോട്ടേക്ക് നടന്നു വന്നത്. അപ്പോൾ ഇവിടെ ഇത് കണ്ട ചെറിയൊരു ബണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട് അവർ എന്ന് തോന്നുന്നു. അതെ, മണ്ണെടുത്ത് ചെറിയ രീതിയിൽ ബണ്ടൊക്കെ കെട്ടിയിരിക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ അവർ കുറച്ച് വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുഴിയെടുത്ത് തന്നെയാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അങ്ങോട്ടേക്ക് കുറേ പോകണം, ഇത്തിരി വെള്ളം കിട്ടണമെങ്കിൽ. അപ്പം ഞങ്ങൾ വരുന്നതിന് ഏകദേശം നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ആനയില്ലേ, ഉണ്ണിക്കുട്ടൻ അതിനെ ഇവിടെയാട്ടോ അവർ കുളിപ്പിച്ചത്. ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത്. പക്ഷെ ഞങ്ങൾക്ക് നിർഭാഗ്യവശാൽ അത് കിട്ടിയില്ല. ഞങ്ങളൊരു
5 മിനിറ്റ് വൈകിപ്പോയി. ഇതൊക്കെ കണ്ട ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നതാണ്, പറ്റി 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 അങ്ങോട്ട് ഇറങ്ങിപ്പോയതാണ് വെള്ളം. ഇനിയിപ്പോൾ അടുത്ത മാസവും ഭയങ്കര വേനലാണെങ്കിൽ ഇനിയും ഒരുപാട് വെള്ളം കുറയാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കണ്ടത് അവിടുന്ന് ഇവിടം വരെ വന്നിട്ടാണ് നമുക്ക് ഇത്തിരി വെള്ളം കാണാൻ പറ്റിയത്. ഫസ്റ്റ് നമ്മൾ കണ്ടത് ബണ്ട് കിട്ടിയതാണ്, ചെറിയ രീതിയിൽ മണലൊക്കെ എടുത്തിട്ട്. പിന്നെ ഇവിടെയാണ് നല്ല ശുദ്ധമായ തെളിനീര്. ഇതുണ്ടോ, അടിപൊളി വെള്ളം. പരമാവധി ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കുകൾ ഭയങ്കര കുറവാട്ടോ. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നത് കൂടുതലും പ്ലാസ്റ്റിക്കുകളായിരിക്കും. പക്ഷേ ഇവിടെ കുറവാണ്. അത് മാക്സിമം ഇവർ എന്താ പറയുക സംരക്ഷിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇതായിരിക്കില്ല ഇവിടുത്തെ അവസ്ഥ. ശരിക്കും പ്ലാസ്റ്റിക് ഉണ്ടാവേണ്ട ഒരു സ്ഥലമാണ്, ഇതൊക്കെ വേസ്റ്റ് അടിഞ്ഞു കൂടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ നമുക്ക് അത്രയ്ക്കൊന്നും പ്ലാസ്റ്റിക്കൊന്നും ഇവിടെ കാണാനില്ല. അത് വലിയ കാര്യമാണ്. ഇനി ഒരു ട്രെയിൻ കൂടി വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു ട്രെയിൻ പിടിച്ചായിരുന്നു, അതിനേക്കാളും മനോഹരമായിട്ട് ഇപ്പോൾ ഇതേ ചൂളംവിളിയൊക്കെ കേൾക്കുന്നുണ്ട്. അതിനേക്കാളും മനോഹരമായിട്ടൊരു വീഡിയോ ഞാൻ ഒന്നും കൂടി ഒന്ന് പിടിക്കാം കേട്ടോ. ഇത് കാണാൻ നല്ല രസമുണ്ടാവും. ഇപ്പം ആ സൈഡിൽ അത് കണ്ടോ, ഇത് വേറൊരു പാലം, ഇത് വേറെ പാലം. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഷൊർണൂർ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ പാലം കിടക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് എന്താണ് മെല്ലെ പോകുന്നത്, എനിക്കിപ്പോൾ മനസ്സിലായത് വേറൊന്നുമില്ല. സംഭവം തൊട്ടപ്പുറത്താണല്ലോ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ പിന്നെ ഇവിടുന്ന് മെല്ലെ പോകണമല്ലോ. സിഗ്നലൊക്കെ കൊടുത്ത് ചുളം വിളിച്ച് വരികയാണേ. ശരിക്കും നമ്മൾ ഈ താഴെ ഇറങ്ങി കാണുന്നതിനേക്കാളും ഭംഗിയാണ് നമുക്ക് എന്താ പറയുക ട്രെയിനിൽ നിന്നിട്ട് ഈ പുഴ കാണുന്നത് കേട്ടോ. എത്രയോ വട്ടം കണ്ടിട്ടുള്ള കാര്യമെന്നറിയോ അത്. പോണാണ്. നോർത്തിലാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കല്ലൊക്കെ എടുത്തെറിഞ്ഞേരം തോന്നുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും കാണാൻ പറ്റിയൊരു മനോഹരമായ കാഴ്ചയാട്ടോ അതൊക്കെ. ഈ താഴത്ത് ഇത്രയും വെയിലായതുകൊണ്ട് നമുക്കിത് ഏത് ട്രെയിനാണെന്ന് വായിക്കാനൊന്നും പറ്റുന്നില്ല. ആലപ്പുഴ എന്ന് മാത്രം കണ്ടുള്ളൂ. പിന്നെ ഹിന്ദി അറിയാത്തതുകൊണ്ട് അത് വായിച്ചെടുക്കാനും പറ്റില്ല. ഇപ്പം ഇതിനോട് ചേർന്ന് തന്നെ അവിടെ നേരെ ഒരു അതെന്തൊരു സംഭവമാണോ അവിടെ, എന്തോ ഫിഷിംഗ് ആണോ, മഞ്ഞയും നീലയും ചുവപ്പും കളറിലുള്ള എന്തൊക്കെയോ ബോർഡ് അവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തോ ഫിഷിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പാർക്കായിരിക്കാം, അങ്ങനെ എന്തൊക്കെയോ സംഭവം അവിടെയുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ, ഈ പുഴയോട് ചേർന്ന് തന്നെ ഉണ്ട്. ഇത് കണ്ടോ, കറക്റ്റ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് നമുക്ക് അവിടം വരെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് സംഭവം നട്ടുച്ചയാണ്, നല്ല വെയിലാണ്. അപ്പോൾ അവിടം വരെ നടക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അല്ലെങ്കിൽ നമ്മൾ അവിടം വരെ നടന്നു പോയി അതെന്താ സംഭവം എന്നൊക്കെ പോയി നമ്മൾ ക്യാച്ച് ചെയ്തേനെ. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇതെന്താണ് സംഭവം എന്നൊന്ന് അടിയിലൊന്ന് മെൻഷൻ ചെയ്യണേ, ഒന്ന് പറഞ്ഞു തരണേ. ഇത് കണ്ടപ്പോൾ ഇവിടെ എന്തൊരു ബണ്ട് കെട്ടിയിട്ടുണ്ട്. അത് പിന്നെ അതേപോലെ നട്ടുച്ച സമയത്ത് ഒരു ചേട്ടൻ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ. സംഭവം വേറൊന്നുമില്ല, ആൾ കുളിക്കുന്നതിൻ്റെ ഇല്ല. ഉച്ച സമയത്ത് ഈ ചേട്ടൻ ഈ കുളിക്കുകയെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നമുക്കിത് ഇവിടെ മീൻ പിടിക്കുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എല്ലാം കണ്ടപ്പോൾ ഓടിയില്ല. ഒരു ട്രെയിൻ കൂടി നമുക്ക് അവിടുന്ന് വരുന്നുണ്ട്, അതും കൂടി വേണമെങ്കിൽ നമുക്ക് നൈസായിട്ട് എടുക്കാം. ആ
ഭയങ്കര സ്പീഡിലാണ്. സത്യത്തിൽ ഈ ട്രെയിനൊക്കെ പോകുമ്പോൾ നമ്മൾ തൊട്ട് താഴെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ അത് ഏറ്റവും റിസ്ക് പിടിച്ച പരിപാടി. അതൊക്കെ സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്തൊക്കെയാ തെറിച്ച് വരുന്നത്. ഏറ്റവും തിരക്ക് പിടിച്ചൊരു പാലം തന്നെയാണ് തോന്നണു കേട്ടോ അത്. കാരണം അത് 5 മിനിറ്റ് കൂടുമ്പോൾ ട്രെയിൻ വരുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മളിവിടെ 5 മിനിറ്റ് ആയിട്ടില്ല, അപ്പോഴേക്കും മൂന്നാമത്തെ ട്രെയിനായി വരുന്നത്. 1 2 3 മൂന്നാമത്തെ ട്രെയിനാട്ടായി വരുന്നത്. ഇതിൽ ഫുള്ള് മറ്റേ എല്ലാ ബോഗിയിലും മറ്റേ ആസാദിക്ക അമൃത് മഹോത്സവം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വന്ദേ ഭാരതാന്ന് തോന്നണു കേട്ടോ. അതേപോലെ തന്നെ ഒരു സൈഡ് നമുക്ക് എന്താ പറയുക വെള്ളം ഇത്തിരി കുറവും, എന്നാൽ ഈ റെയിൽവേ പാളത്തിൻ്റെ അപ്പുറത്ത് ഇത്തിരി വെള്ളം കൂടുതലായിട്ട് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ കണ്ട ഒരു ചേട്ടൻ പൊരി വെയിലത്ത് മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ മുകളിൽ അവർ അധ്വാനിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നല്ല വെയിലത്ത്. ഒരു നല്ലൊരു കാഴ്ചയാണ്. ഇത്ര വെയിലാണ്. ഒരു സൈഡിലെ ചേട്ടൻ കഷ്ടപ്പെട്ട് മീനെ പിടിക്കുക. കഥപിടി വലിച്ചിട്ടാണ് മീനെ പിടിച്ചുകൊണ്ടിരുന്നത്. ചേട്ടനെ മാത്രമേ കണ്ടുള്ളൂ ഇവിടെ. സാധാരണ നമ്മൾ കുറേ പേരെ കാണുന്ന മീൻ പിടിക്കുമ്പോൾ, പക്ഷെ ഇവിടെ ഈ ചേട്ടനെ മാത്രമേ കണ്ടുള്ളൂ. ചേട്ടനോട് ചോദിച്ചോ കേട്ടോ, മീൻ വല്ലതും കിട്ടിയോ? ചേട്ടാ മീൻ വല്ലതും കിട്ടിയോ? ഒരെണ്ണം കിട്ടിയില്ലേ? എത്ര നേരമായിട്ട് ഇരിക്കുന്ന? 1 മണിക്കൂറായി. ഒരെണ്ണം കിട്ടി. ഭാഗ്യം ഒരെണ്ണെങ്കിലും കിട്ടിയില്ലോ. ചേർത്തൊന്നുമല്ല കേട്ടോ ചേട്ടൻ കിട്ടിയത്. ഇത് നെറ്റില് കെട്ടി ചാവാതിരിക്കാൻ വേണ്ടിട്ട് ഇത് ജീവനോട് കൊടുക്കാനാവൂലേ? വീട്ടിൽ കൊണ്ടുപോകാനാണല്ലേ? അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അത് അതെ, ഒരെണ്ണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ചേട്ടന് ഉച്ചയ്ക്ക് മുന്നേ ഒരെണ്ണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തേക്കുള്ളതായി. ഇനി അധികം നേരം ഇരിക്കണ്ട. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഇവിടെ ഈ ബണ്ട് കെട്ടിയത് കൊണ്ടാണ് ഇവിടെ ഇപ്പുറത്തെ സൈഡ് വെള്ളം നിൽക്കുന്നതല്ലേ? ഇതെന്ത് പുതിയ പാലം വരുന്ന ഇവിടെ? ഓക്കെ. അതെ അല്ലേ? സാധാരണ നമുക്ക് അപ്പുറത്തെ പാലത്തിൻ്റെ ചുവട്ടിലാണ് വെള്ളം ഉണ്ടാവുന്നതല്ലേ കൂടുതലും. ഇതിപ്പോൾ ഇവിടെ ഈ ബണ്ട് കെട്ടിയത് കൊണ്ടാണ് ഇവിടെ ഇപ്പം ഇത്രയും വെള്ളം. ശരിക്കും നല്ല വേനലിൻ്റെ സമയമല്ലേ? ഇത്രയും വെള്ളം ഉള്ളത് തന്നെ ഭാഗ്യല്ലേ? ഇത് എന്തിട്ട് മണ്ണിരി? ഇത് ഇപ്പം ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത് വേറൊന്നല്ല, ഇവിടെ മാത്രമാണ് ആഴം കൂടുതലുള്ള സ്ഥലം. ഇവിടെ ഒരു 2-3 ആൾ കാഴ്ച ഉണ്ടാവും. ബാക്കിയുള്ളടത്തൊക്കെ കുറവാട്ടോ, ആഴം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. വൈകിട്ടൊക്കെ നിറച്ച ആൾക്കാരുണ്ടാവൂലേ? വെറുതെ മീൻ പിടിച്ചിരിക്കാലോ. കിട്ടി പോയാൽ പോയി. കറങ്ങാൻ വരൂലേ? പാർക്കുണ്ട്, ആ കുട്ടികളുടെ പാർക്ക്. ഒരെണ്ണം കൂടി കിട്ടട്ടെ. ഉച്ചയ്ക്ക് മുന്നേ കിട്ടിയ രക്ഷപ്പെട്ടു. കൂടി ഇരിക്കും. കിട്ടിയില്ലെങ്കിൽ 1 മണിക്കൂർ കൂടി ആകുമ്പോൾ ആ മണ്ണിനെ അങ്ങോട്ട് തീർന്ന് അങ്ങോട്ട് വിടൂലേ? ചെറിയ പൊടികൾ കടിച്ചുകൊണ്ട് പോവാണേ. ഫിലോപ്പിയാണല്ലോ കൂടുതലോ?
മീനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് 1 മണിക്കൂർ നിന്നിട്ട് ഒരു മീനെ കിട്ടിയത്, ഒരു ഫിലോപ്പീനെ. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഭാരതപ്പുഴയുടെ പരിസരത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. ഇപ്പോൾ ഇവിടെ ബണ്ട് കെട്ടിയത് കൊണ്ടാണ്, ഞാൻ വീഡിയോയിൽ സൂചിപ്പിച്ചായിരുന്നു, എന്നാലും ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഇവിടെ ബണ്ട് കെട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വെള്ളം ഉള്ളതും അവിടെ വെള്ളം കുറവായിട്ടും കാണുന്നത്. അതേപോലെ തന്നെ ഭാരതപ്പുഴയുടെ പരിസരത്ത് നമ്മൾ നമുക്ക് ഇപ്പോൾ ഉച്ച സമയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി മനോഹരമായ ഒരു സ്ഥലമായിട്ടാണ് ഭാരതപ്പുഴ. ഈ തൂണൊക്കെ കണ്ട, ഇതൊക്കെ ബ്രിട്ടീഷുകാർ പണിതാണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് കരിങ്കല്ലാണ്, അത്രയും പഴക്കമുണ്ടെന്നാണ് തോന്നുന്നത്. ഒന്നും അറിയില്ല. ഭാരതപ്പുഴയെ കുറിച്ച് തന്നെ കുറച്ച് കാര്യങ്ങൾ അറിയത്തുള്ളൂ, കൂടുതലായിട്ടൊന്നും പറയാനും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പിന്നെന്താ, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ പോകുന്നത്, പാളത്തിന് മേളിൽ കൂടെ പോകുന്നതും തൊട്ട് താഴെ പുഴയും എല്ലാം കൂടി നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. അതേപോലെ തന്നെ മീൻ പിടിക്കുന്നതും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ, കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. അവിടെ പിന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. പിന്നെ എന്താ പറയുക, രസമാണ് ഇവിടെ കാണാനായിട്ട്. ഇപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരുപാട് പ്രദേശം ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പം നീ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട്, ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് പ്രദേശം ഇവിടെ ഉണ്ട്. അധികം ആഴമില്ല. ഈവനിങ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു നല്ലൊരു ടൈമായിരിക്കും, കളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ടൈമായിരിക്കും. കുട്ടികൾ ഹാപ്പിയായി കണ്ടപ്പോൾ തന്നെ. അതേപോലെ തന്നെ നമുക്ക് ഇതിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ചെറിയൊരു മരത്തിൻ്റെ ചെറിയൊരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത് ആരും പണിതല്ല, പ്രകൃതിയായിട്ടുള്ളതാണത്. ഇത് തന്നെ കാണാനും ഇപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയൊക്കെ ഇരിക്കാനൊക്കെ പറ്റും, നല്ല രസമായിരിക്കും ഇതൊക്കെ. ഇപ്പോൾ ഇത് പുഴയുടെ തീരത്ത് ഇപ്പോൾ എന്താ ഒരു മണൽ വരുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നില്ല, അറിയത്തില്ല. ചിലപ്പോൾ ഇവിടെ പോലെ വെക്കുന്നുമുണ്ട്, മണൽ കൂന പോലെ വെക്കുന്നുണ്ട്. ചിലപ്പോൾ ഇനി ബണ്ടിൽ കിട്ടുന്നതാണോ, വെള്ളത്തിൻ്റെ ക്ഷാമം ഉള്ളത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കെട്ടി വെക്കുന്നതാണോ എന്നൊന്നും കറക്റ്റ് അറിയത്തില്ല. മണൽ ഒരുപാട് വരുന്നുണ്ട്, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ കുറേ അനുഭവിക്കുന്നതാണ്. ഒരു ബണ്ടിൽ കെട്ടുന്നതാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ മറ്റേ പഴയ പാലം കാണാം കേട്ടോ. ഇത് പുതുക്കിയ പാലമാണ്. ഇതിനപ്പുറത്ത് നമുക്ക് പഴയ പാലം കാണാം. പഴയ പാലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, പൊട്ടിപ്പൊളിഞ്ഞ പാലം. അതേപോലെ തന്നെ ഇവർ ഇവിടെ മിക്കയിടത്തും തൂണ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടാവും. അത് ഒരു പോസിറ്റീവ് ഇൻഫർമേഷനാണ്, അല്ലാതെ അത് നെഗറ്റീവ് ഒന്നുമല്ല, പോസിറ്റീവ് ഇൻഫർമേഷനാണ്, നല്ലതാണ്, നല്ല കാര്യമാണ്. ഇവിടെ വേറെ ഉണരുക, എഴുന്നേൽക്കുക, പ്രാപ്തി വരെ പ്രയത്നിക്കുക. ഇതിൻ്റെ അപ്പുറത്ത് എന്താണാവോ മനസ്സിലായില്ല, യുവതാര. ഇതിൻ്റെ അപ്പുറത്ത് കട്ടായിപ്പോയി. ഇപ്പോൾ ഈ സമയത്ത് ഇനിയിപ്പോൾ ആൾക്കാർ കുറേ പേര് ഇങ്ങനെ കുളിക്കാനൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഇവിടെ ഒരു ശ്മശാനമൊക്കെ കണ്ടായിരുന്നു. മേ ബി ഇനിയിപ്പോൾ അവിടെ നിന്നാണോ വരുന്നതെന്ന് കറക്റ്റ് അറിയത്തില്ല, ചിലപ്പോൾ അതായിരിക്കാം ഈ സമയത്തൊക്കെ ഇവിടെ കുളിക്കാൻ വരുന്നതേ. ഇതാട്ടോ നമ്മുടെ മറ്റേ പൊളിഞ്ഞു പോയ പഴയ പാലം. ഈ പാലത്തിൻ്റെ ഒരു വ്യൂ നമ്മളിത് കുറച്ചും കൂടി ഫ്രണ്ടോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് അത് ആ പൊളിഞ്ഞ ഭാഗം കൂടി കണ്ടാൽ അതിനൊരു എന്താ പറയുക, ഭംഗിയുള്ളൂ കാണാൻ. ഇത് കണ്ട, പാലം പൊളിഞ്ഞു പോയത് കണ്ട. പോലീസ് നമ്മളെ കണ്ടപ്പോൾ വണ്ടി നിർത്തി, എന്തിനാണോ. പാലത്തിൻ്റെ അടിയിലൊക്കെ കുറേ പേര് ഇവിടെ കിടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ട, നല്ല തണുപ്പാണ് ഇവിടെ, ചുറ്റും മരങ്ങളാണ്, അപ്പോൾ നല്ല തണുപ്പാണ്. കണ്ട, നല്ല മരങ്ങളാണ്. അപ്പോൾ ആൾക്കാർ വന്ന് കിടക്കുന്ന സ്ഥലവും കൂടിയാണ്. പിന്നെ നമുക്കിവിടെ ഒരു മുന്നറിയിപ്പ് കാണാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു മുന്നറിയിപ്പ് കാണുന്നത്. പെട്ടെന്നുണ്ടാകാൻ സാധ്യതയുള്ള ശക്തമായ മഴയിൽ ഡാമുകളിലും പുഴകളിലും തോടുകളിലും കുളങ്ങളിലും ജലനിരപ്പ് ഉയരുവാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ജലാശയത്തിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ അല്ല, അത് പഴയ മുന്നറിയിപ്പാണ്. ഇപ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ആഴമില്ലാത്തടത്തൊക്കെ ഇറങ്ങുന്നതിനൊരു പ്രശ്നമില്ല. ഇതൊക്കെ പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്ന പ്രളയത്തിൻ്റെ സമയത്തൊക്കെ കർശനമായിട്ട് കൊടുത്ത ഒരു മുന്നറിയിപ്പാന്ന് തോന്നുന്നു. പിന്നെ മഴ പെയ്യുമ്പോൾ അത് വീണ്ടും പൊന്തി വരും ഈ മുന്നറിയിപ്പൊക്കെ.
ഇവിടെ പിന്നെ വേറൊരു വ്യൂ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ആനപ്പിണ്ടല്ലേ ഇത്? അതെ, ആനപ്പിണ്ടാണത്. കുറച്ച് നേരത്തും കൂടി ആനനെ കുളിപ്പിച്ചിട്ട് പോയുള്ളൂ എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇത് ഇവിടെ കുറേ പൊളിഞ്ഞ മരങ്ങളുണ്ട് കേട്ടോ. ഈ പാലത്തിൻ്റെ അടിയിൽ ഈ പൊളിഞ്ഞ മരങ്ങളും പിന്നെ ഇവിടെ മീൻ പിടിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു വല്ലാത്ത വ്യൂ ആണ്. ഇതുകൊണ്ട് മരം പൊളിഞ്ഞ് വീണിരിക്കുന്നതുകൊണ്ട് അവിടെ ഇരുന്ന് മീൻ പിടിക്കാവുന്ന സീനുള്ളൂ. വൈകിട്ടാകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാരുണ്ടാവുമായിരിക്കും. പിന്നെ ഇവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് മരങ്ങൾ അത്യാവശ്യം ആഴം ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. അതുകൊണ്ട് ഇനി ഇവർ മീൻ പിടിക്കുന്നത് ഒന്നല്ല, ഇവിടെ വേറെ ചെറിയ ബോട്ടിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തൊരു സംഭവം? ഇത് ഇങ്ങനെ പോകാൻ പറ്റുമോ? ഇവിടെ നമ്മളിത് 2 പ്രൊഫഷണൽ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ കൊണ്ടുപോയി കുത്തി വെച്ചിരിക്കുന്ന ഈ സാധനം. ഇത് മീൻ ഇത് പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അറിയാൻ പറ്റുക? ബെല്ലടിക്കൂലേ? ഇത് മീൻ പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തലയ്ക്കിലൊരു ബെല്ലുണ്ടാവും, ബെല്ലടിക്കും. അപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ പോയി വലിക്കും. ഇത് കണ്ടോ, കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട്. ഇതൊന്ന് ചോളൊക്കെ ഉണ്ടല്ലോ ഇതിൽ. കോഴിത്തീറ്റ, മൈദ, പെല്ലറ്റൊക്കെ ചേർത്തിട്ട് ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ടാണ് ഇവർ മീനെ പിടിക്കുന്നത് കേട്ടോ. എനിക്കറിയില്ല ചേട്ടാ. നമ്മളീ നാട്ടിൻപുറത്തായതുകൊണ്ട് മീൻ പിടിക്കാനൊന്നും പോയിട്ടില്ല സത്യം. തൃശ്ശൂർ സെൻട്രൽ തന്നെയാണ്. അവരെന്നെ കളിയാക്കി. ഈ സാധനങ്ങളൊന്നും അറിയില്ല, ഈ നാണക്കേടാണ്. സംഭവം അറിയത്തില്ല. ഞാനൊന്നും പിടിക്കാൻ പോയിട്ടൊന്നുമില്ല മീനൊന്നും. ഇപ്പം നമ്മളിത് ഇവിടെ ഒരു ഫോട്ടോയൊക്കെ കണ്ടേ. ഇതിപ്പോൾ ഏത് കാടാണേലും അവിടെ ആൾക്കാർ വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ട് ഇത് കണ്ട ഇവിടെ ഒരു കൃഷ്ണൻ്റെ ഒരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്ത് 2 ഭഗവാന്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. പാലത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നതാണ്. എന്താണേലും അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. ഇതൊക്കെ നല്ലതാണ്. ചേട്ടന്മാർ അവരുടെ ഫോട്ടോ വരില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവരുടെ വീഡിയോ പിടിച്ചിട്ടില്ല. അപ്പുറത്തെ ആൾക്കാർ പൊന്തി വരുന്നുണ്ട് മീൻ പിടിക്കാൻ. അപ്പോൾ നമ്മുടെ ഷൊർണൂർ ഒറ്റപ്പാലം റൂട്ടിലെ ഫസ്റ്റ് വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഭാരതപ്പുഴയുടെ അതിമനോഹരമായ ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു എന്ന് ഞങ്ങളിത് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ മറക്കാതെ തന്നെ, സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ അടുത്ത സ്ഥലവും കാണണം കേട്ടോ.